കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ പിന്നെ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. നല്ല ടേസ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതുപോലെ സ്റ്റിക്കിൽ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വെറൈറ്റി ആവും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം ചിക്കനൊക്കെ ഉള്ളൂ കേട്ടോ ഇതുണ്ടാവുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലകളൊക്കെ ചിക്കൻ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് ആയി വന്നതിന് ശേഷം ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ക്യൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിതാ ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കുകയാണ്. ശരിക്കും ഈ ഒരു സ്ക്യൂറിൽ ഒന്ന് കോത്ത് കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഒരു ചിക്കൻ്റെ അങ്ങേയറ്റം വരെ സ്ക്യൂർ കൊണ്ടുപോകണം, എന്നാലുള്ളൂ നമുക്കത് നല്ലൊരു സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ, നല്ല ബലത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള എല്ലാ പീസുകളും എന്നിട്ട് ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ അതാ വേറൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ചിക്കൻ്റെ നമ്മുടെ സ്റ്റിക്ക് ഈ ഒരു കോൺഫ്ലവറിൽ ഒന്ന് ഇങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ആ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ പൊടി അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ടിംഗ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ബൗളിലാണ് മുട്ട എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുട്ടയുടെ ആ ഒരു കോട്ടിങ് എല്ലാ ഭാഗത്തും ഒന്ന് അങ്ങ് ആയി കിട്ടിയാൽ മതി. ഇനി ഇതാ ഞാൻ കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കോൺഫ്ലെക്സ് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് തിരുമ്മിയെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് എല്ലാം അങ്ങ് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള എല്ലാ പീസും നമുക്കിതുപോലെ തന്നെ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതാ നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ പുറം ഭാഗത്തുള്ള കോൺഫ്ലെക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും, ഒന്ന് മൂത്ത് പോകും. ഉള്ളിലുള്ള ചിക്കൻ വേവില്ല. അപ്പോൾ ഉള്ളിലുള്ള ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സൈഡ് റെഡി ആയിട്ട് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു കോൺഫ്ലെക്സ് ഒക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മയോണൈസും കൂടെ മിക്സ് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്ത് സോസ് ഉണ്ടെങ്കിലും, സോസ് ഇല്ലാതെയാണെന്നുണ്ടെങ്കിലും, ഇത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.